അപ്പോൾ ഇതിനകത്ത് മരിയാനോ നമ്മൾ ഒരു വില്ലനല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നമ്മൾ സിനിമയാകുമ്പോൾ അതിനകത്തൊരു ഒരു 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 വില്ല പരിവേഷം വരണം എന്നുള്ള പ്ലാനിലുണ്ടായിരുന്നു. ഒരു നായക പരിവേഷം വേണം അതൊക്കെ സിനിമയാക്കുമ്പോൾ നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ നോവല് സിനിമയാക്കുമ്പോൾ ഉണ്ടാകേണ്ട പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചപ്പെടേണ്ടി വന്നേനെ. ഇപ്പം നോവല് സിനിമയാക്കുമ്പോൾ നോവലിൽ ഇങ്ങനല്ലോ മനുഷ്യന്മാരുടെ കഥയാണ് പറഞ്ഞത്. ഇത് വില്ലൻ നായകൻ എന്നുള്ള സാധനത്തിലേക്ക് നമ്മൾ സിനിമാറ്റിക്കായിട്ട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പുസ്തകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ ആ കുത്തെന്ന് പറയുന്ന എലമെന്റ് പുസ്തകത്തിലില്ല. അത് ജസ്റ്റിൻ ബർഗീസ് എന്ന് പറയുന്ന മറ്റേ ജസ്റ്റിൻ മാത്യു, ഇന്ദുവൻ ചേട്ടനോടുള്ള കോ റൈറ്റർ, അവർ ജസ്റ്റിനാണ് അത് കൊണ്ടുവരുന്നത്. ഓക്കെ. അപ്പം ജസ്റ്റിൻ വന്നത്, ജസ്റ്റിൻ്റെ വരവ്, രണ്ടുപേരോട് എഴുതാനുള്ള തീരുമാനം, സംഭാഷണം പുള്ളി GR ഇന്ദുവൻ്റെ, കഥാ സംഭാഷണം പുള്ളി, തിരക്കഥ ഇവർ രണ്ടുപേരോടാണ്. അപ്പോൾ അതിനൊരു ഒരു നമ്മളൊരു കഥ, ഒരു നോവലെടുത്ത് സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഹൈകളുണ്ടല്ലോ, സിനിമയ്ക്ക് വേണ്ട ഹൈ. അതായത് അവിടെ കുത്തില്ലാതെ പുള്ളിയോട് പോയിട്ട് വരാനാണ് പറയുന്നത്. അവിടെ സിനിമ ഇരുന്നു പോകും. അത് ശരിയാണ്. ആ സ്ട്രക്ചറിങ്ങിലാണ് നമ്മൾ പിന്നെ ഹൈയിലേക്കല്ലേ നമ്മൾ പോകുന്നത്. അതെ, വളരെ. അപ്പോൾ അത് ജസ്റ്റിൻ്റെ സജഷനാണത്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടായ്മയാണ് നമ്മുടെ സിനിമയെ വിജയിപ്പിച്ചത്. അപ്പം കൊമേഴ്സ്യലുകൾ കാണുമ്പോൾ സിനിമ കൊള്ളാം, എന്നാൽ രാഷ്ട്രീയമുണ്ട്, മെസ്സേജ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ടോ അതുണ്ട്, ലൊക്കേഷൻ ഉണ്ടോ അതുണ്ട്, എന്ത് നോക്കിയാലും പൊന്മാനിലുണ്ട്. അതിന് കാരണം ഈ കൂട്ടായ്മയാണ്. പിന്നെ നമ്മുടെ കൂടെ ജോലി ചെയ്ത ആൾക്കാർ, എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും ജോലി ചെയ്ത ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പടമാണ് പൊന്മാൻ. അതിന് ക്രെഡിറ്റ് അവർക്കും കൂടെ ഉള്ള, എനിക്ക് മാത്രമുള്ള അല്ല.